പെട്ടെന്നൊരു ദിവസം പാണ്ഡവർ ഖാണ്ഡവ വനത്തിൽ ഒരു നഗരമുണ്ടാക്കിയെന്ന് അറിയിപ്പ് കിട്ടി. അത് കേട്ടപ്പോൾ പലർക്കും സന്തോഷമായി. ആ നഗരത്തിന് അവർ ഇന്ദ്രപ്രസ്ഥം എന്ന് പേരിട്ടു. ഇന്ദ്രപ്രസ്ഥം ഖാണ്ഡവ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരിക്കുമെന്നും അവർ പ്രസ്താവിച്ചു. ഇന്ദ്രപ്രസ്ഥത്തിൽ താമസം ഉറപ്പിക്കുന്നതിനായി പാണ്ഡവ സ്നേഹികളായ വളരെയധികം നഗരജനങ്ങൾ കുടുംബസമേതം ഹസ്തിനാപുരം വിട്ട് അങ്ങോട്ട് പോകുവാൻ തുടങ്ങി. ദിനംപ്രതി ഇന്ദ്രപ്രസ്ഥം മനുഷ്യരെ കൊണ്ട് നിറഞ്ഞു. ഗായകർ, നർത്തകർ, ശില്പികൾ തുടങ്ങി പലരും ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഭംഗി വർദ്ധിപ്പിച്ചു. പണ്ട് വന്യമൃഗങ്ങളുടെ ശീൽക്കാരമല്ലാതെ മറ്റൊന്നും കേൾക്കുവാനില്ലായിരുന്ന ഖാണ്ഡവവനത്തിൽ മനുഷ്യരുടെ കോലാഹലധ്വനി മുഴങ്ങി. സംഗീതവും നൃത്തവും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. ധീരരും അധ്വാനശീലരുമായ വീരന്മാർക്ക് കാടിന് പോലും തലസ്ഥാനത്തിന്റെ മഹത്വം പ്രദാനം ചെയ്യുവാൻ കഴിയും. ഇത് കണ്ടപ്പോൾ ചിലർക്ക് എത്രമാത്രം സന്തോഷം തോന്നിയോ, മറ്റു ചിലർക്ക് അത്ര തന്നെ ദുഃഖവും തോന്നി. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്നവരുടെ കൃഷിയും ധനവും സമ്പത്തും അവരുടെ അഭാവത്തിൽ കൗരവരുടെ അധീനയിലാകുമെന്ന് ഹസ്തനാപുരത്തിൽ പെരുമ്പറ മുഴക്കി അറിയിപ്പുണ്ടായി. പരിതസ്ഥിതികളിൽ നിന്ന് കൗരവരുടേതും പാണ്ഡവരുടേതും രണ്ട് വ്യത്യസ്ത രാജ്യമാണെന്ന് സ്പഷ്ടമായി തോന്നി. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. വിദ്വേഷത്തിന്റെ കാർമേഘം രണ്ട് രാജ്യങ്ങളെയും മൂടുന്നു. രാജ്യത്തിന്റെ ഉചിതമായ ഭാഗം പാണ്ഡവർക്ക് കൊടുത്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നാണ് പലരുടെയും സ്പഷ്ടവും സദൃഢവുമായ അഭിപ്രായം. പക്ഷേ അധികാരം മദ്യം പോലെയാണ്. അത് കൈക്കുള്ളിലുള്ളവരെ മതോന്മത്തരാക്കുന്നു, ഇല്ലാത്തവരെ ഭ്രാന്തന്മാരാക്കി തീർക്കുന്നു. കൗരവർ തെറ്റാണ് ചെയ്തത്. ഒരു തരത്തിലും അവരെ പിന്താങ്ങുവാൻ കഴിയുന്നതല്ല. പക്ഷേ രാജ്യത്തിന്റെ പകുതി ഭാഗം പാണ്ഡവർക്ക് കൊടുത്ത ശേഷം കുരുവംശത്തിലെ 105 പേര് ഒരുമയോട് ജീവിക്കുമെന്നും ആർക്കും പറയുവാൻ കഴിയില്ല. അവരുടെ മനസ്സ് തമ്മിൽ അകന്നിരുന്നു. ഹസ്തിനാപുരിയിൽ ദ്രോണാചാര്യൻ, വിതുരർ, ധൃതരാഷ്ട്ര മഹാരാജാവ്, മഹാമയനായ ഭീഷ്മപിതാമഹൻ, രാജമാതാവ് ഗാന്ധാരി ദേവി തുടങ്ങിയ എല്ലാവരും ഉണ്ടായിരുന്നിട്ടും തങ്ങളുടെ വംശജരുടെ മനസ്സ് ശരിക്കും മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഓരോരുത്തരും ഒന്നും ആലോചിക്കാതെ പരസ്പരം പഴിചാരുന്നു. ഹസ്തിനാപുരം നിഷ്പക്ഷക്കാരായ പ്രേക്ഷകരുടെ നിഷ്ക്രിയമായ കേരളീയങ്കി അല്ലേ? അതുപോലെ തന്നെ തോന്നി. എന്നാൽ വസന്തകാലത്തിൽ പ്ലാശ പൂക്കുന്നത് പോലെ ഇന്ദ്രപ്രസ്ഥം ഔന്നത്യം പ്രാപിച്ചുകൊണ്ടിരുന്നു. വെറും ഇന്ദ്രപ്രസ്ഥം എന്ന് ഒരിക്കലും പറയാറില്ല. അറിയാതെ നെയ്യിഴകാൻ മനസ്സിന് ചുറ്റും ദൂരത്തിന്റെ വല നിർമ്മിക്കുന്നു. 105 യുവരാജാക്കന്മാർ ഒന്നിച്ച് അഭിമാനത്തോടെ ചുറ്റിക്കറങ്ങിരുന്ന നഗരത്തിൽ ഇന്ന് അവർ 100ഉം 5ഉമായി വിഭജിക്കപ്പെട്ടു. രക്തബന്ധമുള്ളവരുടെ മനസ്സുകൾ തമ്മിൽ ഒരിക്കലും അകലുവാൻ പാടില്ല. അത് വിനാശത്തിന് വഴി തെളിക്കും. മഹാരാജാവ്, പിതാമഹൻ, മഹാമന്ത്രി തുടങ്ങിയ അറിവുള്ള വ്യക്തികൾ ആരെങ്കിലും മുന്നോട്ട് വന്ന് രണ്ട് രാജ്യങ്ങളുടെയും ബന്ധം നന്നാക്കുവാൻ പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. കാരണം മനുഷ്യ മനസ്സ് പലതരത്തിലുള്ള ചിന്തകളാകുന്ന പുല്ലുകൾ നിറഞ്ഞ തീരപ്രദേശമാണ്. അതിൽ തെറ്റിദ്ധാരണകളുടെ തുഷാരണങ്ങൾ എപ്പോഴും മുത്തുമലകൾ പോലും മിന്നിത്തിളങ്ങുന്നു. തമ്മിൽ യോജിപ്പിക്കുവാൻ ആരും ശ്രമിക്കുന്നതുമില്ല. പകലുകൾ പ്രകാശത്തിന്റെ ആഭരണം ധരിച്ച് ഉദിക്കുകയും രാത്രികൾ അന്ധകാരത്തിന്റെ ആഭരണം ധരിച്ച് അസ്തമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ചേർന്ന് കിടക്കുന്ന രണ്ട് രാജ്യങ്ങൾക്ക് മനസ്സിൽ ദോഷത്തിന്റെ ജ്വലിക്കുന്ന തീക്കനകളുമായി ഒരിക്കലും സുഖമായി കഴിയുവാൻ കഴിയില്ല. എൻ്റെ ജീവിതം സുഖസമ്പൂർണമാണ്. എങ്കിലും ചുറ്റുപാടുമുള്ള മങ്ങിയ അന്തരീക്ഷത്തിൽ എനിക്ക് സുഖം തോന്നിയില്ല. വൃഷസേനന് 7 വയസ്സായപ്പോൾ എനിക്കൊരു പുത്രൻ കൂടി പിറന്നു. അതേസമയം സുപ്രിയയ്ക്കും ഒരു പുത്രൻ പിറന്നു. എൻ്റെ പുത്രന് സുഷേണനെന്നും സുപ്രിയയുടെ കുട്ടിക്ക് സുഷർമാവെന്നും പേരിട്ടു. അവരെ കാണുമ്പോൾ അച്ഛനും അമ്മയ്ക്കും സന്തോഷമടക്കുവാനായില്ല. അവർ ജീവിതത്തിൽ സഹിച്ച കഷ്ടങ്ങളെല്ലാം സാർത്ഥകമായി. അവർ നട്ട കുടുംബമാകുന്ന ചെടി വിശാലമായൊരു വടവൃക്ഷമായി മാറി. അവർ എന്നോട് എപ്പോഴും പറയും, വൃഷാലി, നീ ഗൃഹലക്ഷ്മിയാണ്. നീ സുഖത്തിൻ്റെ ഭണ്ഡാരവുമായിട്ടാണ് വന്നത്. ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാതിരുന്നത് സംഭവിച്ചു. അവരുടെ കാൽ തിരുമ്മിക്കൊണ്ട് ഞാൻ പറയും, ഞാൻ വന്നതുകൊണ്ടല്ല, മഹാരാജാവിന് വേണ്ടി നിങ്ങൾ സഹിച്ച കഷ്ടപ്പാടുകളുടെ എല്ലാം ഫലമാണിത്. അവന് വേണ്ടി തങ്ങൾ എന്ത് കഷ്ടപ്പാടാണ് സഹിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ കുടിലിൽ അവൻ ജനിച്ചു എന്നത് ഞങ്ങളുടെ സൗഭാഗ്യമാണ്. പത്നിയായി അവന് നിന്നെ കിട്ടി, അതും ഞങ്ങളുടെ സൗഭാഗ്യമാണ്. ഇതെല്ലാം പൂർവ്വജന്മത്തിൻ്റെ ഫലമാണ് മക്കളെ. അമ്മയുടെ മടിയിലിരുന്ന സുഷേണൻ അപ്പോൾ കരയുവാൻ തുടങ്ങി. ഞാനും പൂർവ്വജന്മത്തിൽ എൻ്റെ ഒരു കണിയാണെന്ന് എല്ലാവരും ഓർമ്മിപ്പിക്കുന്നത് പോലെ തോന്നി. അവർ അവനെ ഉറക്കുവാനായി താളം പിടിച്ചുകൊണ്ട് മൂളിപ്പാട്ട് പാടി. ആ പാട്ട് ഉറക്കെ പാടുവാൻ ഞാൻ അവരോട് അപേക്ഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, വസു, ഈ സുഷേണൻ്റെ പ്രായമായിരുന്നപ്പോൾ ഞാൻ ഈ പാട്ട് പാടാറുണ്ട്. ഇപ്പോൾ ശരിക്കും ഓർമ്മയില്ല. മാത്രമല്ല ചെമ്പ നഗരത്തിലെ കുടിലിൽ പാടിയ ആ പാട്ട് ഈ സമ്പൽ സമൃദ്ധമായ രാജകൊട്ടാരത്തിൽ എന്തു പാടുവാൻ? നീയും ഈ കൊട്ടാരത്തിന് യോജിച്ച ഒരു പാട്ട് മകനെ പാടി കേൾപ്പിക്കും. ഉറങ്ങിയ സുഷേണനെ എൻ്റെ കയ്യിൽ നിന്നെടുത്തുകൊണ്ട് അവർ പറഞ്ഞു. ഈ അമ്മ തൻ്റെ പുത്രന് വേണ്ടി എണ്ണമറ്റ എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടാവുമെന്ന് ചിന്തിച്ചപ്പോൾ അവരുടെ മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്ന് എനിക്ക് തോന്നി.
സുഷേണന് 1 വയസ്സ് തികഞ്ഞപ്പോൾ എൻ്റെ വൃഷകേതൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ 3 പുത്രന്മാരുടെ അമ്മയായി. അവരുടെ 3 പേരുടെയും ആഗമനത്തോടെ എൻ്റെ ജീവിതമാകുന്ന ഉദ്യാനം പ്രബലുതമായി. വൃഷസേനനും സുഷേണനും വൃഷകേതനും ആ ഉദ്യാനത്തിലെ 3 സ്വർണ്ണ താമരകളാണ്. താൻ പിന്നിലാവരുതെന്ന് കരുതി സുപ്രിയും സുന്ദരന്മാരായ 2 പുത്രന്മാർക്ക് കൂടി ജന്മം കൊടുത്തു. അവർക്ക് പ്രസേനനെന്നും ഭാനുസേനെന്നും പേരിട്ടു. സുപ്രിയുടെ 4 പുത്രന്മാരും അമ്മയെപ്പോലെ തന്നെ സുന്ദരന്മാരായിരുന്നു. ഞങ്ങൾ 2 പേരിൽ ആർക്കും പുത്രിമാരുണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. മഹാരാജാവിൻ്റെ 7 പുത്രന്മാർക്ക് കൂടി ഒരു സഹോദരി ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്നാൽ ഷോണൻ ആ വിടവും നികത്തി. എൻ്റെ വൃഷകേതനോടൊപ്പം അദ്ദേഹത്തിനൊരു പുത്രി പിറന്നു. അവളുടെ കണ്ണുകൾ മത്സ്യത്തെ പോലെ നീണ്ടതായതുകൊണ്ട് അവൾക്ക് മീനാക്ഷി എന്ന് പേരിടുവാൻ തീരുമാനിച്ചു. മീനാക്ഷി മേഘമാലയെ പോലെ തന്നെ കൈതപ്പൂ നിറമുള്ള ഓമനത്തുമുള്ള കുട്ടിയായിരുന്നു. അവൾ ഒരിക്കലും കരയാറില്ല. മഹാരാജാവ് തൻ്റെ പുത്രന്മാരെക്കാൾ അധികം അവളെ സ്നേഹിച്ചു. അവളെ തൻ്റെ ബലിഷ്ഠമായ കൈകളിൽ എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം പറയും, വൃഷാലി, നിനക്ക് നിന്റെ സൗന്ദര്യത്തിൽ വലിയ അഭിമാനമായിരുന്നില്ലേ? ഈ മീനാക്ഷി വലുതാവുമ്പോൾ ദുര്യോധനന്റെ പുത്രൻ ലക്ഷ്മണൻ പോലും ഇവളെ വിവാഹം കഴിക്കുമെന്ന് ആവശ്യപ്പെടും. നീ അംഗരാജ്ഞിയല്ലേ, ഇവൾ കൗരവരാജ്ഞിയാവും. എന്തു തന്നെയായാലും അത് സംഭവിക്കാൻ പാടില്ല. ഞാൻ പറയും, എന്തുകൊണ്ട്? ഇവൾ കൗരവരുടെ മഹാറാണിയായാൽ നാളെ അങ്ങേക്കും ഇവളെ വന്ദിക്കേണ്ടതായി വരില്ലേ? നിന്റെ ഭർത്താവ് ആരുടെയും മുന്നിൽ കുറഞ്ഞ പക്ഷം ബന്ധുക്കളുടെ മുന്നിലെങ്കിലും തലകുനിക്കരുത് എന്നാണ് നിന്റെ ആഗ്രഹമെന്ന് പറയൂ. അദ്ദേഹം മറ്റാരോടും തർക്കിക്കാറില്ല. എന്നാൽ എന്നോട് എപ്പോഴും തർക്കത്തുരം പറയും. ഞാൻ തോൽവി സംബന്ധിച്ച് മിണ്ടാതിരിക്കും. ഒരാളുടെ മൗനം കൊണ്ട് 100 പേരെ തോൽപ്പിക്കാമെന്നല്ലേ പറയുന്നത്. അദ്ദേഹം മീനാക്ഷിയുമായി മണിക്കൂറുകളോളം കളിക്കും. അദ്ദേഹം അവളുമായി കളിക്കുന്നത് കാണുമ്പോൾ കഴിഞ്ഞ 20 വർഷക്കാലം എങ്ങനെ ചെലവഴിച്ചിരിക്കുമെന്ന് കണ്ടുപിടിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഈ നീണ്ട കാലത്ത് ഞാൻ ഹസ്തിനാപുരത്തിലായിരുന്നോ അതോ സ്വർഗത്തിലോ എന്ന് എനിക്ക് മനസ്സിലായില്ല. സുധാമാൻ്റെ ഓർമ്മ കൊടുങ്കാറ്റ് പോലെ അടിച്ചു കയറി എന്നെ ഇടയ്ക്കിടെ വ്യാകുലപ്പെടുത്താറുണ്ട്. ഇപ്പോൾ അവനുണ്ടായിരുന്നുവെങ്കിൽ 25 വയസ്സ് തികയുമായിരുന്നു. എന്നെ വന്നിച്ചിട്ട് വ്യായാമശാലയിലേക്ക് പോകുമ്പോൾ അവൻ പറയും, അമ്മേ, എൻ്റെ അടവ് കണ്ട് വ്യായാമത്തിന് വരുന്ന എല്ലാ ശിഷ്യന്മാരും ആശ്ചര്യപ്പെടുന്നു. എന്നാൽ അവൻ്റെ ഭംഗിയ ഓർമ്മകളല്ലാതെ എൻ്റെ അടുത്ത് ഇപ്പോൾ മറ്റൊന്നുമില്ല. രാജകൊട്ടാരത്തിൻ്റെ ചില പുതിയ വ്യക്തികളും വന്നു. ഭീഷ്മ പിതാമഹൻ 100 കൗരവ യുവാക്കന്മാരെയും പല ദേശങ്ങളിലുള്ള 100 രാജകുമാരിമാരുമായി വിവാഹം കഴിപ്പിച്ചു. തേനീച്ചക്കൂട്ടിൽ തേനീച്ചകൾ നിറയുന്നത് പോലെ രാജകൊട്ടാരൻ രാജസ്ത്രീകളെ കൊണ്ട് നടന്നു. കൗരവരുടെ സമ്പന്നത ഹിമാലയത്തോട് കിടപിടിക്കുവാൻ പോകുന്നതാണ്. 100 യുവരാജകന്മാരുടെ ഭാര്യമാരെ കാണുവാൻ കഴിയുക എന്ന രോമാഞ്ചകഞ്ചുകമായ സൗഭാഗ്യം ഈ രാജകൊട്ടാരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കൈവന്നു. ചുറ്റുപാടുമുള്ള ചർച്ചകൾ കേൾക്കുമ്പോൾ എനിക്ക് പാണ്ഡവരെ ഓർമ്മ വരും. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മറക്കുവാൻ കഴിഞ്ഞില്ല. കൗരവർക്ക് ഒരേ ഒരു യുവരാജാവും ഒരേ ഒരു ഭാര്യയുമുണ്ട്. എന്നാൽ പാണ്ഡവർക്ക് 5 പേർക്കും കൂടി ഒരേ ഒരു ഭാര്യ മാത്രം. കൗരവ സഹോദരിയായ യുവരാജ്ഞി ദുഷളാദേവിയുടെ വിവാഹം സിന്ധു രാജാവായ ജയദ്രഥനുമായി നടന്നു. എനിക്ക് അത്ഭുതം ഭീഷ്മപിതാമഹനെ കുറിച്ചായിരുന്നു. അദ്ദേഹം പരാക്രമിയാണ്, വൃദ്ധനാണ്. എല്ലാവരിലും അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അദ്ദേഹത്തെ എല്ലാവർക്കും ആദരവും ഭയവുമാണ്. എന്നാൽ പാണ്ഡവരുടെ കാര്യത്തിൽ അദ്ദേഹം ഉദാസീനനായി കാണപ്പെട്ടു. ഖാണ്ഡവ വനത്തെ ഇന്ദ്രപ്രസ്ഥമാക്കി മാറ്റിയ പാണ്ഡവരെ കാണുവാൻ അദ്ദേഹം ഒരിക്കലും പോയില്ല. അവരോട് കാണിക്കുന്ന അനീതികളെ അദ്ദേഹം ഒരിക്കലും എതിർത്തില്ല. ദുര്യോധന മഹാരാജാവിൻ്റെ പാണ്ഡവരോടുള്ള വിദ്വേഷഭാവത്തെ തടയുവാൻ അദ്ദേഹം ഒരിക്കലും മുന്നോട്ടും വന്നില്ല. രാജമാതാവ് കുന്തിദേവി അത്യാപത്തിൻ്റെ സമയത്ത് പോലും ഒരു സഹായവും നൽകിയില്ല. ഈ സംഭവിക്കുന്നതെല്ലാം എന്താണ്? എല്ലാം അദ്ദേഹം നിർവികാരനായി നോക്കി. പാണ്ഡവരുടെ ഇന്ദ്രപ്രസ്ഥം ഇപ്പോൾ വളരെ സമൃദ്ധമാണ്. അവരുടെ ഇന്ദ്രപ്രസ്ഥ രാജ്യം പാറക്കെട്ട് ഭേദിച്ച് മുളച്ച് ആകാശത്തിൽ തലയുയർത്തി നിൽക്കുന്ന വൃക്ഷം പോലെ ഒരു അത്ഭുതമാണ്. ആ വൃക്ഷം ദിനംപ്രതി വളർന്നുകൊണ്ടേയിരുന്നു. സമീപ രാജ്യങ്ങളിലെ മല്ലന്മാരും യോദ്ധാക്കളും ശില്പികളും ഗായകരും നർത്തകരും കർഷകരും എല്ലാം ഇന്ദ്രപ്രസ്ഥത്തിൽ ഒന്നിച്ചു കൂടുവാൻ തുടങ്ങി. ഹസ്തിനാപുരം പൂർവികരുടെ പരാക്രമത്തിൻ്റെ ഫലമാണ്. എന്നാൽ ഇന്ദ്രപ്രസ്ഥം പാണ്ഡവരുടെ പരിശ്രമത്തിന് ഉദാഹരണമാണ്. കൊച്ചുകുട്ടികൾ കൈകോർത്ത് പിടിച്ച് കളിക്കുവാൻ പോകുന്നത് പോലെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഓടിപ്പോയിക്കൊണ്ടേയിരുന്നു. അവയെ എണ്ണുന്നത് പോലെ എനിക്ക് സമയമുണ്ടായിരുന്നില്ല. എൻ്റെയും സുപ്രിയയുടെയും പുത്രന്മാരൊഴുക്കി സംരക്ഷിക്കുന്നതിനായി എൻ്റെ സമയത്തിൽ അധികവും ചെലവഴിച്ചു. ഞാൻ അനുഭവിച്ച സുഖത്തിൽ ഞാനൊരു സാരഥിപുത്രിയാണെന്ന കാര്യമേ മറന്നു. രാജകൊട്ടാരത്തിലെ എല്ലാ കൗരവ യോദ്ധാക്കളും അംഗരാജ്ഞിയായി എന്നെ ആദരിച്ചു. പക്ഷേ ഒരു കാര്യം എന്നെ വ്യാകുലപ്പെടുത്തി. എൻ്റെ ജ്യേഷ്ഠൻ സത്യസേനൻ ഇപ്പോഴും അവിവാഹിതനാണ്. പ്രായം കൊണ്ട് അദ്ദേഹം എന്നേക്കാൾ വലുതായിരുന്നതുകൊണ്ട് ആ വിഷയത്തെപ്പറ്റി അദ്ദേഹവുമായി ചർച്ച ചെയ്യുവാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ വിവാഹത്തെപ്പറ്റി അംഗരാജാവിനെയും ഞാൻ ഓർമ്മിപ്പിച്ചില്ല. കാരണം സ്വന്തം സഹോദരന് വേണ്ടി അദ്ദേഹത്തോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. അംഗരാജാവ് തന്നെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വിവാഹത്തെപ്പറ്റി എന്നോട് നേരിട്ട് പറയുമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു. അതുതന്നെ സംഭവിച്ചു.
ഒരു ദിവസം അദ്ദേഹം എൻ്റെ കയ്യിൽ അക്ഷതം നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് ആരുടെ അക്ഷതമാണെന്ന് പറയാമോ? 2 എന്ന അക്കം അശുഭകരമാണെന്ന് തോന്നി 3ാമതൊരു വിവാഹം കൂടി കഴിക്കുവാൻ പോവുകയാവും. ഞാൻ പരിഹാസത്തോടെ പറഞ്ഞു, അല്ല, എൻ്റെ 3ാമത്തെ വിവാഹം വളരെ മുൻപ് തന്നെ കഴിഞ്ഞു. അദ്ദേഹം അതേ സ്വാഭാവികതയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം എൻ്റെ ഹൃദയം നിന്നുപോയി. പരിഭ്രമത്തോടെ ഞാൻ ചോദിച്ചു, 3ാമത്തെ വിവാഹമോ? ആരുമായി? നോക്കൂ വൃഷാലി, നീ എൻ്റെ 2ാമത്തെ പത്നിയാണ്, സുപ്രിയ 3ാമത്തെയും. അപ്പോൾ ആദ്യത്തെ ഭാഗ്യവതി ആരാണ്? എൻ്റെ ഹൃദയം ശക്തിയിൽ ഇടിക്കുവാൻ തുടങ്ങി. ധനുർവിദ്യ, അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ കയ്യിലിരുന്ന അക്ഷതത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ അക്ഷതം നിനക്കല്ല, നിന്റെ ജ്യേഷ്ഠൻ സത്യസേനു വേണ്ടിയാണ്. വൃഷാലി, ഷോണന്റെ വിവാഹത്തിനായി നീ രാപ്പകലില്ലാതെ എന്നെ സ്വൈര്യം കെടുത്തി, എന്നാൽ സ്വന്തം സഹോദരൻ്റെ വിവാഹത്തെപ്പറ്റി അബദ്ധത്തിൽ പോലും ഒന്നും പറഞ്ഞില്ല. അതെന്തുകൊണ്ട്? കാരണം ഞാൻ അംഗരാജ്ഞിയാണെന്നത് ശരി, എന്നാൽ സ്വഭാവികനായ സഹോദരി കൂടിയാണ്. എൻ്റെ അടുത്ത് വന്ന് കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വൃഷാലി, സുപ്രിയ നിന്നേക്കാൾ സുന്ദരിയാണ്, എന്നാൽ നിന്നെപ്പോലെ യുക്തിപൂർവ്വം സംസാരിക്കുവാൻ അവൾക്ക് ഒരിക്കലും കഴിയില്ല. നീ ഇതെല്ലാം എവിടെ നിന്ന് പഠിച്ചു? അങ്ങ് ധനുർവേദം പഠിച്ചത് ആരിൽ നിന്നാണ്? എൻ്റെ ഗുരുവിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? പേര് പറയുവാൻ കഴിയില്ല. എന്നാൽ ഞാനും എൻ്റെ ഗുരുവിൻ്റെ പേര് പറയില്ല. കണ്ടോ, നിന്റെ യുക്തിപൂർണമായ ഉത്തരം വീണ്ടും വന്നു. ഞാൻ കയ്യിലിരുന്ന അക്ഷരത്തിലേക്ക് നോക്കി മിണ്ടാതിരുന്നു. ഓരോ അക്ഷരത്തിനും വിവാഹശേഷണത്തിലെ സത്യസേനൻ്റെ രൂപം കണ്ടു. തൻ്റെ അനുജതിക്ക് വേണ്ടി വിശാല മനസ്കനായ ആ സഹോദരൻ എന്തെല്ലാം കഷ്ടതകൾ സഹിച്ചു. പേര് പോലെ തന്നെ അദ്ദേഹം സത്യനു വേണ്ടി പ്രയത്നിച്ചിരുന്നു. പുരോഹിതൻ നിശ്ചയിച്ച സുദിനത്തിൽ ഹസ്തിനാപുരിയിലെ ഒരു സാരഥിപുത്രിയുമായി എൻ്റെ സഹോദരൻ്റെ വിവാഹം ആഘോഷപൂർവ്വം നടന്നു. ദുര്യോധന മഹാരാജാവിൻ്റെ സാരഥിയായതുകൊണ്ട് വിവാഹത്തിൽ ഒന്നിനും കുറവില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അർദ്ധാംഗിനിയുടെ പേര് പുഷ്പാവതി എന്നായിരുന്നു. ആ വിവാഹം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ദുര്യോധന മഹാരാജാവിൻ്റെ ഒരു പുത്രി പിറന്നു. നഗരത്തിന് ചുറ്റും ദീപം കത്തിച്ച് നഗരവാസികൾ തങ്ങളുടെ രാജകുമാരിയെ സ്വാഗതം ചെയ്തു. പുരോഹിതൻ അവൾക്ക് സുദർശന എന്ന് പേരിട്ടു. സുദർശന സുന്ദരിയായിരുന്നു. രാജകൊട്ടാരത്തിൽ യുവരാജൻ ലക്ഷ്മണൻ, സുദർശന രാജകുമാരി, എൻ്റെയും സുപ്രിയയുടെയും പുത്രന്മാർ മീനാക്ഷി തുടങ്ങിയ കൊച്ചുകുട്ടികൾ ഉദ്യാനത്തിലെ ചെടികൾ പോലെ ആനന്ദപൂർവ്വം വളർന്നു വന്നു. അവരുടെ കുട്ടിക്കളിയർ രാജകൊട്ടാരത്തിൽ ഒതുങ്ങിയില്ല. സ്വർഗത്തിലെ ദേവന്മാർക്ക് ഹസ്തിനാപുരത്തോട് അസൂയ തോന്നുന്നുണ്ടാവില്ലേ എന്ന് ഇടയ്ക്കിടെ ഞാൻ സംശയിച്ചു. ഇടയ്ക്കിടെ കാതിൽ വന്നലയ്ക്കുന്ന ഇന്ദ്രപ്രസ്ഥത്തെക്കുറിച്ചുള്ള ചർച്ച എല്ലാവരുടെയും ഔത്സുക്യത്തെ ഉണർത്തി. പാണ്ഡവർ കാണ്ഡവവനത്തിൽ സ്വതന്ത്ര രാജ്യം സ്ഥാപിച്ച് ഇന്ദ്രപ്രസ്ഥത്തെ ആ രാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കി. സമീപ രാജ്യങ്ങൾ ആ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ തന്നെ പേര് വെച്ച് ഇന്ദ്രപ്രസ്ഥം എന്ന് തന്നെ പറഞ്ഞു. ഹസ്തിനാപുരത്തെ അപേക്ഷിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ പെരുമ്പറ 4 പാടും മുഴങ്ങി. സുന്ദരമായ കൊട്ടാരങ്ങൾ കൊണ്ടും വിപുലമായ ജനസംഖ്യ കൊണ്ടും മാത്രം ഭരണം നടത്തുവാൻ കഴിയില്ല. ഭരണം നടത്താൻ സമ്പത്തിൻ്റെയും ആവശ്യമുണ്ട്. ആ സമ്പത്ത് പാണ്ഡവർ എപ്പോൾ എവിടെ നിന്ന് നേടി എന്നറിയുവാൻ ഹസ്തിനാപുരത്തിലെ എല്ലാവർക്കും താല്പര്യമുണ്ട്. സാക്ഷാൽ ഭീമനും അർജുനനും രാജ്യത്തെ സമൃദ്ധമാക്കുവാൻ എപ്പോഴും അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൽ അതിരുകടന്ന പരാക്രമം കാണിച്ചു. പരാജയപ്പെട്ട രാജ്യങ്ങൾ അവർക്ക് കരം കൊടുക്കുവാനും അങ്ങനെ ഇന്ദ്രപ്രസ്ഥം സമ്പന്നമാകുവാനും തുടങ്ങി. സൈന്യസംഖ്യവും വർദ്ധിച്ചു. പെട്ടെന്നൊരു ദിവസം പാണ്ഡവരുടെ രാജദൂതൻ ഹസ്തിനാപുരയിൽ വന്നു. അയാൾ താളിയോലയിൽ രാജസൂയ യജ്ഞത്തിനായുള്ള പാണ്ഡവരുടെ ക്ഷണപത്രവുമായി വന്നതാണ്. വസന്ത പൗർണമിയിൽ പാണ്ഡവർ ഒരു വിപുലമായ യജ്ഞം നടത്തുവാൻ പോകുന്നു. ആ യജ്ഞത്തിനായി അവർ ഭീഷ്മപിതാവിൻ്റെ ആശീർവാദം നേടുവാൻ ആഗ്രഹിക്കുന്നു. ഈ ക്ഷണപത്രത്തിന് പുറമെ പാണ്ഡവരുടെ പുരോഹിതനായ ധൗമ മഹർഷി ഹസ്തിനാപുരത്തിൽ നേരിട്ട് വന്ന് ക്ഷണിച്ചു. യുവരാജാവ് യുധിഷ്ഠിരൻ 5 സുവർണ കലശങ്ങളുമായി ദേശാടനം കഴിഞ്ഞ് തിരിച്ചെത്തി. ആ കലശങ്ങളിൽ വിഭസ്, പുരുഷണി, ഗംഗ, യമുന, സിന്ധു, മന്ദാകിനി, അളകനന്ദ, ഈരാവതി, സരയു, ചർണമതി മുതലായ അനേകം പവിത്ര നദികളിലെ ജലം ഇന്ദ്രപ്രസ്ഥത്തിൽ കൊണ്ടുവന്നു. പാണ്ഡവരുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജകൊട്ടാരത്തിന് സമീപത്ത് കൂടി ഒഴുകുന്ന ഇക്ഷുമതി നദിയിലെ ജലത്തിൽ ഈ പവിത്ര ജലം ചേർന്ന് യജ്ഞത്തിനായി ഉപയോഗിക്കും. ഇന്ദ്രപ്രസ്ഥം ഇക്ഷുമതിയുടെ ഗംഗയുടെയും സംഗമസ്ഥാനമാണ്. രാജകൊട്ടാരത്തിനടുത്ത് ഇക്ഷുമതിയുടെ മറുകരയിൽ വിശാലമായ മുറ്റത്ത് യജ്ഞമണ്ഡപം ഉണ്ടാക്കി അതിനു ചുറ്റും കണക്കപ്പെട്ടവർക്കും വിശ്രമമന്ദിരവും ഭോജനവും സജ്ജീകരിക്കപ്പെടുന്നു. ഈ വാർത്തകളെല്ലാം ഹസ്തിനാപുരിയിൽ വളരെ വേഗം പരന്നു. യുവരാജാവ് അർജുനനും ഭീമനും ദേശം തോറും തങ്ങളുടെ യജ്ഞത്തിനുള്ള ക്ഷണവുമായി ചുറ്റിക്കറങ്ങി. എവിടെ നോക്കിയാലും അവിടെയെല്ലാം യജ്ഞത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രം. എനിക്കും കൗതുകം വർദ്ധിച്ചു. ഇന്ദ്രപ്രസ്ഥം എങ്ങനെയാണ്? ഒരു തവണയെങ്കിലും കാണുവാൻ എൻ്റെ മനസ്സ് ആഗ്രഹിച്ചു. പക്ഷെ അത് അസംഭവ്യമായിരുന്നു. അനുചിതം. ഈ നീണ്ട സമയത്തിനുള്ളിൽ പാണ്ഡവർ 4 ദിക്കുകളിലും ദിഗ്വിജയം നടത്തി. വണ്ടികൾ നിറയെ അളവറ്റ ധനം കൊണ്ടുവന്ന് അവർ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഖജനാവ് നിറച്ചു. കൊട്ടാരത്തിൽ പാണ്ഡവരെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്നാണ് എനിക്ക് ഈ വിവരങ്ങളെല്ലാം കിട്ടിയത്. ദിഗ്വിജയത്തിൽ 2 രാജ്യങ്ങൾ മാത്രം അവർ ആക്രമിച്ചില്ല എന്ന് ശ്രദ്ധേയമാണ്. ഒന്ന് മധുരയും മറ്റത് ഹസ്തിനാപുരവും. ഇത് ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ആദ്യത്തെ ക്ഷണമായിരുന്നില്ല.
5 ഭർത്താക്കന്മാരിൽ നിന്നായി ദ്രൗപദിക്ക് 5 പുത്രന്മാർ പിറന്നിരുന്നു. ഓരോ പുത്രൻ്റെ പേരിടലിന് രാജമാതാവ് കുന്തിദേവി എനിക്ക് പ്രത്യേക ക്ഷണപത്രം അയച്ചിരുന്നു. പക്ഷേ മഹാരാജാവിന് ഇഷ്ടപ്പെടില്ല എന്ന് കരുതി ഞാൻ ഓരോ തവണയും ഓരോ ഒരു കഴിവ് പറഞ്ഞു. എന്നാൽ ഓരോ രാജകുമാരനും എന്ത് പേരാണ് ഇട്ടിരുന്നതെന്ന് എനിക്ക് നന്നായി മനസ്സിലായിരുന്നു. ദ്രൗപദിയുടെ യുവരാജാവ് യുധിഷ്ഠിരനിൽ നിന്ന് പ്രതിവിന്ധ്യൻ, ഭീമസേനിൽ നിന്ന് സുതസോമൻ, അർജുനനിൽ നിന്ന് ശ്രുതകീർത്തി, നകുനിൽ നിന്ന് ശതാനീകൻ, സഹദേവനിൽ നിന്ന് ശ്രുതവർമാവ് എന്നിങ്ങനെ 5 സുന്ദരന്മാരായ പുത്രന്മാർ ജനിച്ചു. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമായി അഭിമന്യുവിനെക്കുറിച്ച് ഒരു തരത്തിൽ അത്ഭുതകരമായ വർണ്ണന ഞാൻ കേട്ടു. അഭിമന്യു ശ്രീകൃഷ്ണ സഹോദരിയായ സുഭദ്രയ്ക്ക് സാക്ഷാൽ അർജുനനിൽ ഉണ്ടായ പുത്രനാണവൻ. അവൻ അമ്മാവനെ പോലെ തന്നെ സുന്ദരനും കാർവർണ്ണനുമാണ്. പാണ്ഡവർ അവരുടെ സൗകര്യത്തിനു വേണ്ടി വൈഹിക ജീവിതത്തിൽ ഒരു നിയമം ഉണ്ടാക്കിയിരുന്നു. അശ്രദ്ധ മൂലം അർജുനൻ അത് ഭഞ്ജിച്ചു. അതിന് അദ്ദേഹത്തിന് 12 വർഷത്തെ നീണ്ട വനവാസം സ്വീകരിക്കേണ്ടതായി വന്നു. ആ വനവാസകാലത്ത് അദ്ദേഹം തൈരീവ പർവ്വതത്തിൽ താമസിച്ച് ദ്വാരകയിൽ വന്ന ശ്രീകൃഷ്ണന്റെ സഹോദരിയെ മോഷ്ടിച്ചു. വനവാസത്തിന് ശേഷം യുവരാജാവ് അർജുനൻ സുഭദ്രയും അഭിമന്യുവിനെയും കൂട്ടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങി. യാദൃശ്ചികമായ ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ആശ്ചര്യം തോന്നാറുണ്ട്. എൻ്റെ പേര് വൃഷാലി എന്നാണ്. അർജുനൻ്റെ പത്നിയുടെ പേര് പാഞ്ചാലി എന്ന്. എൻ്റെ സപത്നി സുപ്രിയയും പാഞ്ചാലിയുടെ സപത്നി സുഭദ്രയും. ഈ പേരുകളിൽ ഗൂഢമായി എന്തോ സമത്വം തീർച്ചയായും ഉണ്ട്. രാജസൂയ യജ്ഞത്തിനായി പാണ്ഡവരെല്ലാം അശ്രദ്ധ പരിശ്രമം ചെയ്തു. ധൗമ്യ മഹർഷി എന്നെ നേരിട്ട് കണ്ട് രാജമാതാവ് കുന്തിദേവി എന്നെ പ്രത്യേകം ക്ഷണിച്ചിട്ടുള്ളതായി പറഞ്ഞു. എന്നാൽ ക്ഷണത്തെപ്പറ്റി മഹാരാജാവിനോടൊന്നും പറയേണ്ട എന്ന് ഞാൻ നിശ്ചയിച്ചു. കാരണം അദ്ദേഹത്തിന് അതൊട്ടും ഇഷ്ടമാവില്ല. സുധാമാവിനെ വധിച്ച അർജുനൻ ഞങ്ങളോട് 2 പോരാടും ഘോരമായ അപരാധമാണ് ചെയ്തത്. സംഭാഷണത്തിനിടയിൽ ധൗമ്യ മഹർഷി 1-2 പ്രധാന കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഗാണ്ഡവവനം കത്തിക്കുമ്പോൾ അഗ്നിയും അർജുനനുമായി ദാരുണമായ യുദ്ധമുണ്ടായി. ഈ യുദ്ധത്തിൽ സന്തുഷ്ടനായ അഗ്നി അർജുനന് ഗാണ്ഡീവം എന്നു പേരായ വില്ലും 2 അക്ഷയ ബാണങ്ങളും ആവനാടിയും കൊടുത്തു. ശ്രീകൃഷ്ണന് ഒരു തേജസ്സുറ്റ സുദർശന ചക്രം കൊടുത്തു. ജരാസന്ധന്റെ മഗധ രാജ്യത്തിൽ നിന്നും തിരിച്ചെത്തിയ യുവരാജാവ് ഭീമസേനൻ രാക്ഷസകരമായ വൃക്ഷപർവാവിൽ നിന്ന് ദിവ്യമായൊരു ഗതിയും നേടി. അർജുനൻ ദിവ്യചാപത്തിന്റെ ശക്തിയിലാണ് ദിഗ്വിജയം പൂർത്തിയാക്കിയത്. ഇന്ദ്രപ്രസ്ഥത്തിലെ ഈ വാർത്തകളെല്ലാം ആ ഒരു രാജ്യത്തെപ്പറ്റിയുള്ള കൗതുകം വളർത്തി. നിബിദ്ധമായ ഒരു വനം സമൃദ്ധമായ ഒരു രാജ്യമായി മാറി. ഇതിലെല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതിനിടയിൽ മഗധദേശത്തുള്ള ഹസ്തിനാപുരിയിലെ ചാരൻ അവിശ്വസനീയമായ ഒരു സൂചനയുമായി വന്ന് രാജകൊട്ടാരത്തിൽ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തി. അതറിഞ്ഞപ്പോൾ മഹാരാജാവ് വളരെയധികം അസ്വസ്ഥനായി. ഒരു ഭൃത്യൻ വന്ന് ഈ വാർത്ത അറിയിച്ചപ്പോൾ അദ്ദേഹം വൃഷസേനനെ ദ്വന്ദ്വയുദ്ധം പഠിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം അവനെ ബാഹുകണ്ടകം എന്ന കഠിനമായ പടവ് പഠിപ്പിക്കുകയായിരുന്നു. ഭൃത്യൻ മഗധ രാജാവിൻ്റെ വധത്തെപ്പറ്റിയുള്ള വാർത്തയായിട്ടാണ് വന്നത്. ഉടൻ വൃഷസേനനെ അവിടെ വിട്ട് മഹാരാജാവ് ഭൃത്യൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ തോളിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു, വിഖ്യാതനായ ജരാസന്ധനെ ആരാണ് കൊന്നത്? പറയൂ, ആരാണ്? യുവരാജാവ് സാക്ഷാൽ ഭീമസേനൻ. അവൻ പേടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഒറ്റയ്ക്കോ? അസാധ്യം. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനും അവിടെ ഉണ്ടായിരുന്നു. അവനവൻ്റെ മറുപടി കേട്ടപ്പോൾ മഹാരാജാവ് സ്തബ്ധനായിപ്പോയി. ഭൃത്യൻ പോയി 2 കൈകളിലും പുറകിൽ കെട്ടി എന്തോ ചിന്തയിൽ മുഴുകി അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഞാൻ വൃഷസേനനോട് പറഞ്ഞു, വൃഷു, അച്ഛൻ പഠിപ്പിച്ച അടവ് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുമോ? അച്ഛൻ എനിക്ക് സമമാണോ? ചിത്രസേനനെയോ ലക്ഷ്മണനെയോ എതിൻ്റെ അടുത്ത് കൊണ്ടുവരൂ. അപ്പോൾ എൻ്റെ ബാഹുഘടകം ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. അവന് ബാഹുഘടകം എന്ന് പറയുവാൻ അറിയില്ല. മഹാരാജാവ് കൗതുകത്തോടെ അവനെ എടുക്കുമെന്നും ബാഹുഘടകമല്ല കുട്ട ബാഹുഖണ്ഡം എന്ന് പറയുന്നു അവർ നെറുകെ മുഖമെന്നും ഞാൻ വിചാരിച്ചു. പക്ഷേ അദ്ദേഹം ചിന്തകളിൽ മുഴുകിയിരുന്നു. ജരാസന്ധന്റെ വധത്തിൽ അദ്ദേഹത്തിന് എന്തോ അനിഷ്ടം തോന്നി. അങ്ങ് എന്തിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്? അദ്ദേഹത്തെ ചിന്തയിൽ നിന്ന് ഉണർത്തുവാൻ ഞാൻ ചോദിച്ചു. പെട്ടെന്ന് നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ശ്രീകൃഷ്ണനെ പറ്റി. അതെന്തുകൊണ്ട്? അവസാനം ശ്രീകൃഷ്ണൻ ജരാസന്ധനെ വകവരുത്തി. അതുകൊണ്ട്. ശ്രീകൃഷ്ണനല്ല, ആ വധം കൊണ്ട് ശ്രീകൃഷ്ണൻ എന്ത് പ്രയോജനം? ഭീമനാണ് അവനെ കൊന്നത്. പ്രയോജനം ശ്രീകൃഷ്ണന് തന്നെയാണ്. ശ്രീകൃഷ്ണൻ വധിച്ച കംസന്റെ ജാമാതാവാണ് ജരാസന്ധൻ. ആ വധത്തിന് പകരം വീട്ടുന്നതിനായി ജരാസന്ധൻ വിപുലമായ സേനയുടെ പലതവണ മധുര ആക്രമിച്ചു. അവൻ്റെ ആക്രമണത്തിൽ മടുത്ത് ശ്രീകൃഷ്ണൻ മധുര വിട്ട് ഓടേണ്ടതായി വന്നു, പടിഞ്ഞാറ് ദ്വാരകയിലേക്ക്. അതുകൊണ്ട് അദ്ദേഹം ജരാസന്ധൻ്റെ കഥ കഴിച്ചതാവും. ഇന്ദ്രപ്രസ്ഥത്തിലെ യജ്ഞം മധുരയുടെ മുക്തിക്ക് വേണ്ടിയുള്ളതാണ്. വൃഷാലി, എനിക്ക് ആ യജ്ഞത്തിനുള്ള ക്ഷണം കിട്ടിയില്ല. എങ്കിലും ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ പോകും. ക്ഷണിക്കപ്പെടാതെ അദ്ദേഹം പോകുന്നതിൽ വിചിത്രമായി എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നി. എങ്കിലും ഞാനൊന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിൻ്റെ ദൃഢസ്വഭാവത്തെപ്പറ്റി എനിക്ക് നന്നായി അറിയാവുന്നതാണ്. ഉറക്കത്തിൽ പറഞ്ഞതാണെങ്കിൽ പോലും വായിൽ നിന്ന് പുറത്തു വന്ന കാര്യം അദ്ദേഹം തീർച്ചയായും പ്രവർത്തിക്കുമായിരിക്കും. ജരാസന്ധനെ കൊന്ന ശ്രീകൃഷ്ണനെ കാണുവാൻ അങ്ങേക്ക് താല്പര്യമുണ്ടോ? വൃഷാലി ഭാര്യ ഭർത്താവിൻ്റെ അർദ്ധാംഗിണിയാണെന്ന് നീ തെളിയിച്ചു. അത് ശരി തന്നെ.
പക്ഷെ സത്യത്തിൽ ചേതി രാജാവായ ശിശുപാലനോട് ഞാൻ ദ്വന്ദ്വയുദ്ധത്തെപ്പറ്റി കൂടുതൽ ചോദിച്ചറിയും. ഭീമൻ അവനെ ഏതടവ് കൊണ്ടാണ് കൊന്നതെന്നും എനിക്ക് അറിയുവാൻ താല്പര്യമുണ്ട്. ദ്വന്ദ്വയുദ്ധം അദ്ദേഹത്തിന് അതിപ്രിയങ്കരമാണ്. അദ്ദേഹം എപ്പോഴും പറയും, ദ്വന്ദ്വം എന്നാൽ യഥാർത്ഥ ശക്തിയുടെ മാറ്റുരയ്ക്കലാണ്. പൗർണമിക്ക് ഒരു ദിവസം മുമ്പ് എല്ലാ കൗരവ യോദ്ധാക്കളും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്ര തിരിച്ചു. പാണ്ഡവരുടെ യജ്ഞത്തിൽ ആരെയും പങ്കെടുപ്പിക്കാതിരിക്കുവാൻ ദുര്യോധന മഹാരാജാവ് പ്രയത്നിച്ചു. പക്ഷേ ഭീഷ്മ പിതാമഹൻ ആദ്യം മുതൽക്ക് തന്നെ വളരെ ശക്തമായ രീതിയിൽ അതിനെ നേരിട്ടു. അദ്ദേഹം എല്ലാവരോടും സ്പഷ്ടമായി പറഞ്ഞു, വൃദ്ധന്മാരെ മാരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൗരവരിൽ ഏറ്റവും വൃദ്ധനായ ഞാൻ നിങ്ങളോരെല്ലാം യജ്ഞത്തിൽ പങ്കെടുക്കണമെന്ന് ആജ്ഞാപിക്കുന്നു. എന്നാൽ ആ ആജ്ഞ സ്വീകരിച്ച് വെറുതെ പോയതുകൊണ്ട് മാത്രം കാര്യമായില്ല. ആ യജ്ഞത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഞാൻ എന്ത് ജോലി പറയുന്നുവോ അത് ഓരോരുത്തരായി ചെയ്യണം. ഇതെൻ്റെ ആഗ്രഹമല്ല, ആജ്ഞയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ വാശി ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദുര്യോധന മഹാരാജാവ് പിതാമഹൻ്റെ മുന്നിൽ നിന്നൊന്നും പറയുവാൻ കഴിഞ്ഞില്ല. പിതാമഹൻ്റെ ത്യാഗത്തെയും പരാക്രമത്തെയും പറ്റി എല്ലാവർക്കും അറിയാം. മനസ്സിൽ ദേഷ്യം തോന്നിയാലും പിതാമഹൻ്റെ ആജ്ഞ എല്ലാവരും അനുസരിക്കുക തന്നെ വേണം. അംഗരാജാവും എല്ലാവരോടൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുവാനൊരുങ്ങി. പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ആരതി ഒഴിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങ് പോകണമെന്ന് പിതാമഹൻ ആജ്ഞാപിച്ചിട്ടില്ല. എന്നാലും ഞാൻ തീർച്ചയായും പോകും. അങ്ങനെ അങ്ങയോട് ആഗ്രഹം പ്രകടിപ്പിച്ചത് ആരാണ്? ആരുടെയും ആഗ്രഹമല്ല. എങ്കിലും എനിക്ക് പോവുക തന്നെ വേണം. അവിടെ മധുരയിൽ നിന്ന് കൃഷ്ണൻ വരും. യജ്ഞത്തിലുപരിയായി അദ്ദേഹത്തിന് വീണ്ടും കാണുവാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അങ്ങയുടെ ആഗ്രഹം തന്നെയാണ് നിശ്ചയം. അദ്ദേഹത്തിൻ്റെ വിശാലമായ നെറ്റിയിൽ ഞാൻ കുങ്കുമം കൊണ്ട് തിലകം ചാർത്തി. ആ തിലകത്തിൽ അദ്ദേഹം വളരെ സുന്ദരനായി തോന്നി. മാതാപിതാക്കളുടെ ചരണധൂളി ശിരസിൽ ചാർത്തി ആനക്കൊമ്പിൻ്റെ നിറമുള്ള കുതിരകളെ കെട്ടിയ രഥത്തിലിരുന്ന് അദ്ദേഹം യജ്ഞത്തിനായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്ര തിരിച്ചു. ശ്രീകൃഷ്ണനെ കാണുമ്പോൾ ഉത്കടമായ ആഗ്രഹമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ശ്രീകൃഷ്ണ ദർശനത്തിലൂടെ അദ്ദേഹത്തിന് എന്ത് സമാധാനമാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ ശ്രീകൃഷ്ണനെ ഒരിക്കൽ തീർച്ചയായും കാണണമെന്ന് എനിക്കും ആഗ്രഹം തോന്നി. എൻ്റെ ഭർത്താവിൻ്റെ സമാധാനം തന്നെയാണ് എൻ്റെയും സമാധാനം. സ്ത്രീയുടെ ജീവിതം ഭർത്താവിൻ്റെ ചരണങ്ങളിൽ ഭക്തിയോടും ബഹുമാനത്തോടും കൂടി സമർപ്പിക്കപ്പെട്ടവയാണ്. ഭർത്താവിൻ്റെ സന്തോഷം തന്നെയാണ് അവളുടെയും സന്തോഷം. അതെ, ഇനിയാണ് ആരംഭിക്കുന്നത്. തുടരും.